ഗുരുവായൂരിലെ ഉദയാസ്തമന പൂജ എന്നാൽ ചെറിയൊരു ഉത്സവം തന്നെ. ശരിക്കും ഉത്സവ ചായയാണ് പൂജാ സമയത്ത് ഗുരുവായൂർ അമ്പലത്തിന്. ഒരു ഉദയം കൊണ്ടോ ഒരു അസ്തമയം കൊണ്ടോ അവസാനിക്കുന്നതല്ല ഗുരുവായൂരപ്പൻ്റെ ഉദയാസ്തമന പൂജ. 3 ദിവസത്തെ ചടങ്ങുകളാണിത്. ഉദയാസ്തമന പൂജയുടെ ചടങ്ങുകൾ തലേനാൾ രാത്രി ആരംഭിക്കും. തലേ ദിവസം സന്ധ്യയ്ക്ക് ദീപാരാധന കഴിഞ്ഞാൽ മണിക്കിണറിന് സമീപം അരിയളവാണ് ആദ്യ ചടങ്ങ്. നിലവിളക്ക് കൊളുത്തി കീഴ്ശാന്തി ഗണപതിക്ക് നേദ്യം നടത്തും. പത്തുകാരൻ വാര്യർ ഊരാളൻ മല്ലിശ്ശേരി നമ്പൂതിരിയോടും ഓദിക്കനോടും വഴിപാടുകാരനോടും അനുമതി ചോദിച്ച് ഭഗവാനെ തൊഴുത് അരിയളവ് നടത്തും. അരി അളന്ന് 2 നാരായം അരി കൊണ്ട് നേദ്യവും 1 നാരായം അരി കൊണ്ട് ശർക്കര പായസവും തയ്യാറാക്കി ഉപരി കദളിപ്പഴം, നേന്ത്രപ്പഴം, ശർക്കര, നാളികേരപ്പൂള് എന്നിവയുമായി അത്താഴ പൂജയ്ക്ക് നേദിക്കും. ഇതിനോടൊപ്പം വൈശ്യഹോമവും വൈശ്യം തൂവലും ഉണ്ട്. പിറ്റേന്ന് കാലത്ത് ഉഷപൂജയ്ക്കും ഇതേ പ്രകാരം നേദ്യം. ശീവേലി കഴിഞ്ഞാൽ 15 പൂജകൾ, 5 പൂജകൾ വീതം 3 ഒതുക്കന്മാർ ചെയ്യും. 16ാമത്തേത് പന്തിരടി പൂജയാണ്. പന്തിരടി മുതൽ 4ാമത്തെ ഒതുക്കൻ ചെയ്യും. പാലാഭിഷേകവും നവകാഭിഷേകവും കഴിഞ്ഞ് വെള്ളി ഉരുളിയിൽ 3/4 നാരായം നേദ്യം പടച്ചതും പായസവും നേദിക്കും. 15 പൂജകൾക്ക് നേദ്യം ചെമ്പിലും 12 പൂജയ്ക്ക് വെള്ളി ഉരുളിയിലുമാണ് നേദിക്കുക. 12 പൂജ കഴിഞ്ഞ് നട തുറക്കുമ്പോൾ ഗുരുവായൂരപ്പനെ പട്ടുകോണവും ഉടുപ്പിച്ച് തിലകം ചാർത്തി മാലയണിയിച്ച് അതിമനോഹരമായി അലങ്കരിച്ച കാർമേഘവർണ്ണനായ ഉണ്ണിക്കണ്ണനെ ദർശിക്കാൻ സാധിക്കും. 12 പൂജയ്ക്ക് ശേഷം ഉച്ചപൂജ. അപ്പോഴും ഗുരുവായൂരപ്പന് നവകാഭിഷേകമുണ്ട്. ഉച്ചപൂജയ്ക്ക് സ്വർണ്ണ കിണ്ണങ്ങളിൽ കാളൻ, എരിശ്ശേരി, പഴപ്രഥമൻ, വെണ്ണ, തൈര് എന്നിവയും വെള്ളി ഉരുളിയിൽ നേദ്യവും ഉണ്ടായിരിക്കും. ഗുരുവായൂരപ്പനെ ചന്ദനവും കളഭവും കൊണ്ട് വിവിധ വേഷങ്ങളിൽ ഭാവങ്ങളിൽ അലങ്കരിക്കുന്നത് ഉച്ചപൂജയ്ക്കാണ്. 18ാമത്തെ പൂജ അത്താഴ പൂജയാണ്. തലേന്നത്തെ പോലെ തന്നെയാണ് ചടങ്ങുകൾ. അത്താഴ പൂജ കഴിഞ്ഞാൽ ശീവേലി 3 പ്രദക്ഷിണം. വിളക്കാചാരത്തിൻ്റെ ഭാഗമായി ഇടയ്ക്ക നാഗസ്വരത്തോടെ ചുറ്റുവിളക്കുകൾ തെളിയിച്ച് 4ാം പ്രദക്ഷിണവും മേളത്തോടെ 5ാം പ്രദക്ഷിണവും നടത്തും. പിറ്റേന്ന് കാലത്ത് ഉഷപൂജയോടെ 21 പൂജകൾ പൂർത്തിയാകുമെങ്കിലും അന്ന് രാത്രി ദീപാരാധനയ്ക്ക് ശേഷം ശ്രീഭൂതബലിയോട് മാത്രമേ ചടങ്ങുകൾ പൂർത്തിയാകൂ. ദേവനെ ആശ്രയിച്ച് കുടികൊള്ളുന്ന പരിവാര ദേവതകൾ പ്രത്യേകം അവിസുകൊണ്ട് ബലി തൂവുന്ന ചടങ്ങാണിത്. ഉദയാസ്തമന പൂജ എന്നാൽ ഏകദിന ഉത്സവമാണ്. ഉത്സവത്തിന് വേണ്ട വിശേഷാൽ അഭിഷേകം, ധാരാളം നിവേദ്യം, വാദ്യഘോഷങ്ങൾ, എഴുന്നള്ളിപ്പ് എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിൽ രാവിലെ ശീവേലിക്ക് ശേഷം പന്തിരടി വരെ 15 പൂജകൾക്കായി ഇടയ്ക്കിടെ നട അടച്ചു തുറക്കുന്നതിനാൽ ഭക്തർക്ക് ദർശനത്തിന് കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ടി വരും. പൂജയുടെ പിറ്റേന്ന് സന്ധ്യയ്ക്ക് ദീപാരാധന കഴിഞ്ഞാൽ അത്താഴ പൂജ നട തുറക്കുന്നതുവരെ ആലമ്പലത്തിലേക്ക് ഭക്തർക്ക് പ്രവേശനമില്ല. ശ്രീഭൂതബലി ചടങ്ങ് നടക്കുന്നതിലാണ്. ഉദയാസ്തമന പൂജാ ദിവസം 18 പൂജകൾ, തലേന്നത്തെ അത്താഴ പൂജ, അന്നും പിറ്റേന്നും ഉഷപൂജ അടക്കം 21 പൂജകളാണ് ഉദയാസ്തമന പൂജയ്ക്ക്. പിറ്റേന്ന് രാത്രി ശ്രീഭൂതബലിയോടെ ഉദയാസ്തമന പൂജ ചടങ്ങുകൾ പൂർണ്ണമാകും.